എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി മുട്ട കൊണ്ട് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. ആ മസാലയുടെ കൂടെ കഴിക്കാൻ ഇത് നല്ല ടേസ്റ്റാണ്. സ്നാക്സ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നിറയെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഒഴിച്ചു കൊടുത്ത് ചൂടായി വരുമ്പോൾ നമുക്ക് ചെറുതായി അരിഞ്ഞ ഇഞ്ചിയും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂപ്പിച്ചെടുക്കാം. നമുക്ക് ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് 2 വലിയ സവാള കനം കുറച്ച് അരിഞ്ഞത് അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായി വഴറ്റി കൊടുക്കാം. സവാള ബ്രൗൺ കളർ ആവണമെന്നില്ല. ഒരു ട്രാൻസ്പാരൻ്റ് ആയി വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ മഞ്ഞൾപ്പൊടിയുടെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായി വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിലേക്ക് 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ എരിവിന് ആവശ്യമായ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് ഇടുന്നത്. അധികം എരിവില്ല. നിങ്ങൾക്ക് എരിവ് എത്ര വേണോ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കാം. അതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു ജാർ എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് നിറയെ മൈദ ഇട്ട് കൊടുക്കാം. മൈദ അളന്ന കപ്പിന് അതേ കപ്പിന് തന്നെ 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം നമുക്കതിലേക്ക്. പിന്നെ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ എരിവിന് ആവശ്യമായ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിന് വേണ്ട ഉപ്പിട്ട് കൊടുക്കാം. അതും കൂടെ ഇട്ടിട്ട് നന്നായി അരച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊരു ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും ഉണ്ടാവുക, ഒരു ദോശമാവിൻ്റെയൊക്കെ ഒരു പരുവത്തിൽ. ഇനി ഒരു പാൻ എടുത്തിട്ട് ചൂടാക്കണ്ട കേട്ടോ. ചൂടാക്കുന്നതിന് മുമ്പേ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കുറച്ച് നെയ്യ് തടവി കൊടുക്കണം. എന്നിട്ട് വേണം ബാറ്റർ ഒഴിക്കാൻ. ബാറ്റർ ഒഴിച്ചിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല അതിന് മേലേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം കേട്ടോ. അത് ബാക്കി വെക്കണ്ട, മുഴുവനായിട്ടും അതിലേക്ക് വേണ്ടി വരും. അതുകൊണ്ട് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ 2 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. പുഴുങ്ങിയിട്ട് റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഇതിൻ്റെ മേലേക്ക് വെച്ചു കൊടുക്കാം. ഇതിൽ കുറച്ച് മേലെ മല്ലിയില തൂകണം കേട്ടോ. ഞാൻ മറന്നു പോയതാണ്. തൂക്കി കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഒരു ഉപയോഗിക്കാത്ത ദോശ തവ ചൂടാക്കി വെക്കാം നമുക്ക്. അതിലേക്ക് അതിൻ്റെ മേലേക്ക് ഇത് വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് 15 മിനിറ്റ് വേവിക്കാം. പിന്നെ തീ കുറച്ച് വെച്ച് വേവിച്ചാൽ മതി. ഫ്ലെയിം കുറച്ച് വെച്ച് വേവിച്ചാൽ മതി. കാരണം ഇത് ഇരുമ്പിൻ്റെ തവയായതുകൊണ്ട് സിമ്മിൽ വെച്ചിട്ടാണ് ഞാൻ 15 മിനിറ്റ് വെച്ചത്. പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് ഫ്ലെയിം കുറച്ച് വയ്ക്കാൻ ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇതെല്ലാം പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നല്ലവണ്ണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് ടൂത്ത് പിക്കിട്ട് നോക്കുമ്പോൾ അതിലൊന്നും വരുന്നില്ലെങ്കിൽ ആയി എന്നർത്ഥം. ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ അടിഭാഗം ഒന്ന് മൊരിച്ചെടുക്കണമെങ്കിൽ ഒന്ന് മറിച്ചിട്ടിട്ട് അതേ തവയിലേക്ക് ഒന്ന് മറിച്ചിട്ടിട്ട് ഒന്നുകൂടെ അടിഭാഗം മൊരിച്ചെടുക്കാം നമുക്ക് ഇതുപോലെ. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇവിടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. മസാലയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.